കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പരമ്പരാഗത മുസ്ലിം വേഷത്തിൽ ശബരിമലയിൽ ദർശനം നടത്താനെത്തിയവരെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വകുപ്പ് ഉദ്യോഗസ്ഥരും കൂടി തടഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 മണിക്കായിരുന്നു സംഭവം. കർണാടകയിലെ ചിക്ബല്ലാപൂരിൽ നിന്നുമെത്തിയ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന അൻസാർ ഖാൻ, നയാജ് ബാഷ എന്നിവർക്കായിരുന്നു ഇങ്ങനെയൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. മുസ്ലിം വേഷത്തിലെത്തിയ ഇവർ തങ്ങൾക്കൊപ്പമാണ് വന്നതെന്നും വിശ്വാസമുള്ളവരാണെന്നും കൂടെയുള്ളവർ പറഞ്ഞിട്ടും സംഘത്തിന്റെ ദർശനം പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് ഇവരെ പമ്പയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അവിടെയുണ്ടായിരുന്ന കർണാടക പോലീസിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുകയും ദേഹപരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ ഇവരിൽ നിന്നും സംശയകരമായി ഒന്നും തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ശേഷം ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സംഭവത്തിൽ ഇടപെട്ടപ്പോൾ മുസ്ലിം മതത്തിൽപ്പെട്ടവർക്ക് ശബരിമലയിൽ ദർശനം നടത്താമെന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. ധരിച്ചിരുന്ന വേഷം കാരണം തങ്ങളെ ദർശനത്തിൽ നിന്നും തടഞ്ഞതിൽ മനം നൊന്ത് അൻസാർ ഖാനും നയാജ് ബാഷയും സന്നിധാനത്തേക്ക് പോകാതെ പമ്പയിൽ തന്നെ തങ്ങി. കൂടെ വന്നവർ ദർശനം നടത്തി മടങ്ങിയെത്തിയ ശേഷം സംഘം തിരിച്ചു പോകുകയായിരുന്നു. സംഭവം വിവാദമായതോടെ പോലീസ് ബന്ധപ്പെട്ടവരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ വെച്ച് മരിച്ച ആന്ധ്ര സ്വദേശിയുടെ മൃതദേഹത്തോട് ദേവസ്വം ബോർഡ് അധികൃതരും സേവാ സംഘ പ്രവർത്തകരും ക്രൂരത കാട്ടിയ റിപ്പോർട്ട് കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. 12 മണിക്കൂറോളം മോർച്ചറിയിൽ പോലും വയ്ക്കാതെ 3 ആശുപത്രികളായിട്ട് തട്ടുകയായിരുന്നു മൃതദേഹം. ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ ജില്ലയിൽ നിന്നും വന്ന നാഗം സുരേഷ് ബാബുവാണ് മരിച്ചത്. പുലർച്ചെ 1 മണിക്കാണ് സുരേഷ് മരിച്ചത്. എന്നാൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ദേവസ്വം ബോർഡും സേവാ സംഘ പ്രവർത്തകരും കാഴ്ചക്കാരായി നിന്നതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ശബരിമലയിൽ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഷെൽഡ് ഇന്ത്യ സൊസൈറ്റി പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ മകരവിളക്കിന് ശേഷവും സന്നിധാനത്തേക്ക് വൻ ഭക്തജന തിരക്ക്. ശനിയാഴ്ച പുലർച്ചെ നട തുറക്കുമ്പോഴും തീർത്ഥാടകരുടെ ക്യൂ നടപ്പന്തൽ പിന്നിട്ടിരുന്നു. പൊങ്കൽ ആഘോഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ ഗണ്യമായ വർധനവാണ് അനുഭവപ്പെടുന്നത്. ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിലെ അയ്യപ്പന്മാരും ദർശനത്തിന് എത്തുന്നുണ്ട്. ജനുവരി 20-ന് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടെ മണ്ഡല മകരവിളക്ക് കാലത്തെ ഭക്തർക്കായുള്ള ദർശനം അവസാനിക്കും. 21-ന് രാവിലെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. 19-ന് രാവിലെ 9:30-ന് നെയ്യഭിഷേകം അവസാനിക്കും. മകരവിളക്കിനു ശേഷം സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ പകുതിയിലധികം മടക്കിപ്പോയതോടെ തിരക്കു നിയന്ത്രിക്കാൻ ഇപ്പോൾ ആവശ്യത്തിന് പോലീസുകാരില്ല. 550 പോലീസുകാരാണ് 21 വരെ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.